ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അജയ് കം ബാക്ക്. അജയ് മാറ്. അജയ്ടാ വേണ്ട. ചേട്ടാ ആ ഓട്ടയുടെ പുറകെ ഒന്ന് പോകാവോ? ശരി. ചേച്ചിയുടെ അടുത്തേക്കാവും ആ ചേട്ടൻ പോകുന്നത്. നാളെ നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. തല ഞാൻ ഫോണിൽ വിളിച്ച് അജയനെ അറിയിക്കാം. എന്താ അവരുടെ ഇടപാടെന്ന് ഇന്ന് എനിക്കറിയണം. ഇവിടെ നിർത്തിയാൽ മതി. എന്താ അജയ, എല്ലാം റെഡിയല്ലേ? റെഡിയാണ്. ഇതാണല്ലേ അവര് മാറ്റി വെച്ചിരുന്നത്? അതെ. ഇത് നമുക്ക് പ്രയോജനം ചെയ്യും. അജയൻ ചെയ്തത് വലിയൊരു കാര്യമാ. എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഇക്കാലത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇങ്ങനൊരു കാര്യം അജയൻ ചെയ്തല്ലോ. അങ്ങനൊരു നന്മ ചെയ്യാൻ അജയന് മനസ്സ് വന്നല്ലോ. പാവങ്ങളുടെ ജീവൻ ഒരു വിലയും കൊടുക്കാതെ പണത്തിന് വേണ്ടി അവരെ ഇല്ലാതാക്കുന്ന ഈ ദുഷ്ടന്മാരെ വെറുതെ വിടരുത് ചേച്ചി. ഇല്ല അജയ, തെറ്റ് ചെയ്തവരെല്ലാം ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടും. ഇതെന്റെ വാക്കാ. കമ്മീഷണർ ഉടനെ വരും. ഇതിൽ ഫോട്ടോ ഉണ്ടല്ലോ അല്ലേ? അതെ. അജയ് കം ബാക്ക്. അജയ് മാറ്. അജയ്ടാ വേണ്ട. വേണ്ട.
അജേട്ടാ കണ്ണോർക്ക് അജേട്ടാ 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 അയ്യോ അജയനെ വെടിവെച്ചത് താനല്ല എന്ന് തെളിയിക്കാൻ ജയശ്രീ മാഡം ഒരുപാട് ശ്രമിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ അജയനെ കൊന്നവർ അതിനുപയോഗിച്ചത് സർവീസ് റിവോൾവർ തന്നെയായിരുന്നു. അതുകൊണ്ട് മാഡത്തിന്റെ വാദം ആരും ചെവിക്കൊണ്ടില്ല. അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തെറ്റിന് മാഡം കുറ്റക്കാരിയായി. പക്ഷെ ആ കേസിൽ മാഡത്തിനെതിരെ നിയമ നടപടിയൊന്നും ഉണ്ടായില്ല. എങ്കിലും അതിനും വലിയ ശിക്ഷ നാട്ടിൽ നിന്നും മാഡത്തിന് അനുഭവിക്കേണ്ടി വന്നു. അജയനമ്മാവനെ ശരിക്കും കൊന്നതാരാണെന്ന് കണ്ടുപിടിക്കാൻ അമ്മ ശ്രമിച്ചില്ലേ? ശ്രമിച്ചു. അജയൻ പറഞ്ഞ കേസ് വെളിയിൽ വന്നാൽ ആർക്കാണോ അതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അവരാണ് യഥാർത്ഥ കൊലയാളി. അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? അയാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചോ? അജയന്റെ മരണത്തിന് ശേഷം മാഡം ആകെ ഡിപ്രസ്ഡായിരുന്നു. എങ്കിലും സത്യം കണ്ടെത്തി അതെല്ലാരെയും അറിയിക്കണമെന്ന് മാഡം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഗിരിജയുടെ അകൽച്ച മാഡത്തിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. വേറെ ആരും ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഗിരിജയെങ്കിലും സത്യം അറിയണമെന്ന് മാഡം ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. സത്യം കണ്ടെത്താനും അവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കാനും മാഡം ഒരുപാട് കഷ്ടപ്പെട്ടു. ഒടുവിൽ മാഡം അതിൽ വിജയിച്ചു. പക്ഷേ സ്റ്റേഷനിൽ ആരെയും വിശ്വാസമില്ലാതിരുന്ന മാഡം ആ വിവരങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്തില്ല. ഒരു ദിവസം ആംബുലൻസ് ഡ്രൈവറെ മാഡം കണ്ടെത്തി പിടിച്ചു കൊണ്ടുവന്നു. അയാളാണ് ഹോസ്പിറ്റലിലേക്ക് ആളെ കൊടുക്കുന്നതെന്ന് മാഡത്തിന് അറിയാമായിരുന്നു. അങ്ങോട്ട് വാടാ. അന്ന് പല പ്രാവശ്യം മാഡം അയാളെ ചോദ്യം ചെയ്തു. എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുപോലെ കോടതിയിൽ പറയോ? പറയാം മാഡം. എങ്കിൽ തന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കി അങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഞാൻ. അതൊന്നും നടക്കില്ല മാഡം. നവദുർഗേ വനദുർഗേ സർവവും നീ ചിന്മയി